അവരെ പക്ഷത്താക്കാൻ വേണ്ടി പൈസ എറിഞ്ഞ് ലൈഫിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു ഞാൻ അകത്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിനോടായിരുന്നു എൻ്റെ ഫാമിലി നോക്കാനും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഒരു 3-4 പേരെ ഏൽപ്പിച്ചിട്ടായിരുന്നു. എൻ്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇടയ്ക്ക് ഫോണേ പിന്നെ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിരുന്നത് വേറെ ആർക്കും കൊടുത്തത് ഇന്ന വ്യക്തിക്ക് മാത്രമേ കൊടുക്കാവുന്നൊക്കെ അവർ കുറേ കാശിനൊക്കെ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്. ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് അറിയുന്നത്. അതിനൊക്കെ ഉള്ള ദൈവം കൊടുത്തോളും. ഞാനൊന്നും ചെയ്യാനില്ല. ഞാൻ ചെയ്യാൻ നിന്ന ഇപ്പോൾ എന്നെ ഇട്ട് കൊടുത്തത് തീക്കാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം ആളി കത്തുന്ന തീക്ക് അവർ ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. എന്നോട് ചെയ്ത് തന്നെ ഞാൻ തിരിച്ച് ചെയ്താൽ ഞാൻ ഒരു വ്യത്യാസമൊന്നും ഇല്ലല്ലോ. പിന്നെ പറഞ്ഞു വരുത്തിയത് പലതും അതൊക്കെ പലതും നുണയാണെന്ന് കാലം തെളിയിക്കും. അതിനകത്ത് 1-2-3 കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ എൻഗേജ്മെന്റ് തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല. പിന്നെന്താ പിന്നെ എനിക്ക് തെറ്റ് പറ്റിയതുണ്ട്. അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യാതെ എടുക്കാവുന്നില്ല. പിന്നെ എൻ്റെ ഫാമിലി അവർക്ക് പലതും എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെ പ്രതികരിക്കണമെന്ന് അവർക്ക് അറിയില്ല. ഈവൻ എനിക്കാണെങ്കിൽ പോലും എനിക്ക് പലതും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം അത് ഉപയോഗിച്ച കുറേ ആൾക്കാരുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ചെയ്യാൻ കുറേ ഇൻകത്തിന് വേണ്ടിയിട്ടാണ് കുറേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യാനുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ എൻ്റെ വീട്ടിനകത്ത് വന്ന് ഞാൻ ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ നോമ്പ് കഞ്ഞി വരെ വാങ്ങിച്ചു കുടിച്ച് അല്ലെങ്കിൽ അതുവരെ എന്താ നമ്മൾ നോമ്പൊക്കെ ഉണ്ടല്ലോ, മുസ്ലിങ്ങളുടെ നോമ്പിനൊക്കെ അതെല്ലാം ചെയ്തിട്ട് അന്ന് പോലും എൻ്റെ വീട്ടുകാർ അത്രയും വലിച്ചു കീറി അല്ലെങ്കിൽ അത്രത്തോളം